എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി അല്പം മധുരവും പുളിയും എരിവൊക്കെ കൂടി ചേർന്നിട്ടുള്ള മാമ്പഴ പുളിശ്ശേരിയാണ്. കോവിലകങ്ങളിൽ തയ്യാറാക്കുന്ന അതേ രീതിയിലാണ് തയ്യാറാക്കുന്നത്. മാമ്പഴ പുളിശ്ശേരിക്ക് രുചി കൂടുന്നത് അതിൽ ചേർക്കുന്ന അരപ്പ്, അതുപോലെ തന്നെ കടുക് താളിക്കുന്ന രീതിയുമാണ്. ഇപ്പോൾ മാമ്പഴത്തിൻ്റെ സീസണാണ്, അപ്പോൾ ഇഷ്ടം പോലെ പഴുത്ത മാമ്പഴം കിട്ടും. സീസൺ കഴിയുന്നതിന് മുന്നേ തന്നെ ഈ ഒരു റെസിപ്പി ഇതുപോലെ ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണേ. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്ന വീഡിയോയിലേക്ക് പോകാം. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 15ഓളം മാമ്പഴം എടുത്തിട്ടുണ്ട്. നാട്ടുമാങ്ങ, പഞ്ചാര മാങ്ങ എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് കമന്റ് ചെയ്യാം. നമുക്കിനി ഈ മാമ്പഴം തൊലി കളഞ്ഞെടുക്കാം. മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കുന്നത് മൺചട്ടിയിലാണ്. മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകുന്നത്. നിങ്ങളുടെ വീട്ടിൽ കൽച്ചട്ടി ഉണ്ടെങ്കിൽ അതായിരിക്കും എടുക്കുന്നത് നല്ലത്. ആദ്യം മാമ്പഴത്തിന്റെ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് തൊലി ഉരിഞ്ഞെടുക്കാൻ കിട്ടും. അടുത്ത മാമ്പഴം ഇതുപോലെ തൊലി കളഞ്ഞിട്ട് മാമ്പഴം തുറന്നെടുക്കാം. തൊലി അങ്ങനെ കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ യാതൊരു ബുദ്ധിമുട്ടില്ല, എളുപ്പത്തിൽ തന്നെ നമുക്ക് കിട്ടും. തൊലി മാറ്റിയെടുത്തതാണ് ഇത് കളയുന്നില്ല. ഇതിന്റെ ഈ ഒരു ഉള്ളിലുള്ള ആ സത്തുണ്ടല്ലോ മാമ്പഴത്തിന്റെ, അത് ഇതുപോലെ പിഴിഞ്ഞു കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നമ്മളിത് തൊലി കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. മാമ്പഴത്തിന്റെ ആ ഒരു ജ്യൂസ് കണ്ടില്ലേ, ഇതിലേക്ക് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ തൊലിയിലെ ആ മുഴുവൻ ജ്യൂസും ഞാൻ ഇതിലേക്ക് പിഴിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 3/4 ടീസ്പൂണ് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി കൂടി പോകരുത്, അപ്പൊ ആ മാമ്പഴ പുളിശ്ശേരിയുടെ ആ കളർ അങ്ങോട്ടേക്ക് മാറും. അത് നല്ലൊരു യെല്ലോ കളർ അല്ലേ ഉണ്ടാവുക മാമ്പഴ പുളിശ്ശേരിക്ക്. അപ്പൊ മുളക് പൊടി കൂടി പോകരുത്. അപ്പൊ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് 15 മാമ്പഴമാണ്. അപ്പൊ 15 മാമ്പഴത്തിന് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയാണ് വേണ്ടത്. അപ്പൊ നിങ്ങൾ മാമ്പഴത്തിന്റെ അളവ് നോക്കിയിട്ട് വേണം ബാക്കിയുള്ള ഇൻഗ്രീഡിയന്റ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. 250 മില്ലി ഗ്ലാസിന്റെ അളവിന് 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ആദ്യം ഇതിലേക്ക് മാമ്പഴത്തിന്റെ ആ തൊലിയുടെ ജ്യൂസ് ചേർത്ത് കൊടുത്തില്ലേ, അപ്പൊ നമ്മൾ ആ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നില്ലെങ്കിൽ ടോട്ടൽ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പൊ ഞാൻ ഇതിലേക്ക് 250 മില്ലി ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി മാമ്പഴം വേവിച്ചെടുക്കാം. ഒരു മാക്സിമം ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. മാമ്പഴം വേവിക്കാൻ വേണ്ടി നമുക്ക് ഒരു 10 മിനിറ്റ് മതി. പക്ഷെ നമ്മൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ മാമ്പഴം അടിക്ക് പിടിച്ചു പോകും. മാമ്പഴം വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഇതാ 1 കപ്പ് ചെരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം കൂടി പോവരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം ചേർത്തിട്ടല്ല അരക്കുന്നത്, പുളിയില്ലാതെ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. നമ്മൾ മാമ്പഴം വേവിക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുത്തതാണ്. നിങ്ങൾ ആ സമയത്ത് ചേർക്കുന്നില്ലെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താലും മതി. ഇനി നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. തേങ്ങ ഇത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. മാമ്പഴം വേവിക്കാൻ വെച്ചിട്ട് ഇവിടെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്നു നോക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു സമയത്ത്. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും നെയ്യ് എത്തി വരട്ടെ. മാമ്പഴ പുളിശ്ശേരി അല്പം മധുരവും പുളിയൊക്കെ ചേർന്നതാണല്ലോ, അപ്പൊ അതൊക്കെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് ഒരു ശർക്കര ഉരുക്കിയെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അഴുക്കൊക്കെ ഉള്ളതാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ശർക്കര പാനിയാക്കിയിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈ ഒരു സമയത്ത് മുഴുവനായിട്ടുള്ള ശർക്കര ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് കുറുകി വരട്ടെ. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ മാമ്പഴം വേവിക്കാൻ വെച്ചിട്ട്. ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ മാമ്പഴം അടിക്ക് പിടിച്ചു പോകും. ഈ ഒരു കുറുകിയ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. ഇനി ഇത് നമ്മൾ അരച്ച അരപ്പുണ്ടല്ലോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് എത്രത്തോളം ആ ചാറ് വേണം അത് നോക്കിയിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാമ്പഴ പുളിശ്ശേരി ഇല്ല, കുറുകിയ ചാറോടെയാണ് വേണ്ടത്. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ചെറിയൊരു തിള വന്ന ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അധികം തിളക്കരുത്. ഈ ഒരു സമയത്ത് ഉപ്പ് കുറവുണ്ടോ നോക്കാം.
ഉപ്പൊക്കെ കറക്റ്റ് ആണ്. ഇനി ചെറിയൊരു തിള വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കേണ്ടതാണ്. ഒരുപാട് അങ്ങോട്ട് തിളപ്പിക്കണ്ട, ഒരു തിള അത്രേ വേണ്ടു. കാരണം നമ്മൾ ഇതിലേക്ക് തൈരൊക്കെ ചേർത്ത് അരച്ചതാണല്ലോ. അതൊക്കെ ഒന്ന് ആ ഒരു മാമ്പഴത്തിൽ പിടിച്ചു കിട്ടണം, അത്രേ വേണ്ടു. നല്ല ഒരു തിള വന്നിട്ടില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ചട്ടി നമുക്ക് അടുപ്പിൽ നിന്നും ഇറക്കി വെക്കാം. കടുക് താളിക്കാനായിട്ട് ഗ്യാസ് അടുപ്പ് ചെറിയൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. കടായി നല്ല പോലെ ചൂടായ ശേഷം ഇതിലേക്ക് 2 സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കണം. നമ്മൾ സാധാരണ എല്ലാ കറിക്കും വെളിച്ചെണ്ണയിലാണല്ലോ കടുക് താളിച്ചൊഴിക്കാറ്. എന്നാൽ നമ്മുടെ ഈ ഒരു മാമ്പഴ പുളിശ്ശേരിയുടെ പ്രത്യേക രുചി എന്ന് പറയുന്നത് നെയ്യ് തന്നെ കടുക് താളിച്ചൊഴിക്കണം. നെയ്യ് നല്ലപോലെ ചൂടായ ശേഷം 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലപോലെ ഒന്ന് പൊട്ടി വരട്ടെ. ഈ സമയത്ത് ഒരു 1/4 ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ സ്കിപ്പ് ചെയ്യരുത്. പുളിശ്ശേരിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലും ആയിരിക്കും. ഉലുവയും പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു 3-4 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് മിക്സ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു കടുകിന്റെയും നെയ്യുടെ ഒക്കെ ഫ്ലേവർ നമ്മുടെ കറിയിലേക്ക് ഇറങ്ങി വരും. 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മിക്സ് ചെയ്യാം. കടുക് താളിച്ചൊഴിച്ചിട്ട് ഇവിടെ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മൺചട്ടിയിലായത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ കുറുകി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് മാമ്പഴ പുളിശ്ശേരി വേണ്ടത്. ഇപ്പൊ തന്നെ നല്ലൊരു സ്മെല്ലുണ്ട്. ഇപ്പൊ മാമ്പഴത്തിന്റെ സീസൺ ആണല്ലോ, അപ്പൊ ഇഷ്ടം പോലെ മാമ്പഴം കിട്ടും. അപ്പൊ മാമ്പഴത്തിന്റെ ആ സീസൺ കഴിയുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഈ ഒരു രീതിയിൽ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ. കുട്ടികൾക്കും മുതിർന്ന മക്കൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു മാമ്പഴ പുളിശ്ശേരിയാണത്. മാത്രല്ല പുളിശ്ശേരികളിൽ വെച്ചിട്ട് ഏറ്റവും രുചി നമ്മുടെ ഈ ഒരു മാമ്പഴ പുളിശ്ശേരി തന്നെയാണ്. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു മാങ്ങ തന്നെ എടുക്കണം. നമുക്ക് ഈ ചെറിയ മാങ്ങ കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രം വേറെ ഏത് മാങ്ങ വേണമെങ്കിലും എടുത്തിട്ട് ഉണ്ടാക്കാം. എന്നാൽ നമ്മൾ ആ ഒരു ശരിയായ മാമ്പഴ പുളിശ്ശേരി രുചി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു പഞ്ചാര മാങ്ങ അല്ലെങ്കിൽ നാട്ടു മാങ്ങ തന്നെ വേണം കേട്ടോ. മാമ്പഴ പുളിശ്ശേരിയുടെ വീഡിയോ ഞാൻ ചാനലിൽ വേറെയും കുറെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ഒരുപാട് ആൾക്കാർ ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല ഫീഡ്ബാക്ക് കിട്ടിയ വീഡിയോ ആണത്. അപ്പൊ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതാ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ വളരെ എളുപ്പല്ലേ. അപ്പൊ നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ സ്കിപ്പ് ചെയ്യാതെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പൊ ഒരു പ്രത്യേക ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, അത്രയും നല്ല ടേസ്റ്റ് ആണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കി കഴിച്ചു നോക്കിയാലേ അതിന്റെ രുചി അറിയുള്ളൂ കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഓൾ എന്ന ഓപ്ഷനും കൂടി വരും. അതിലും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. ഇനി പുതിയ നല്ല റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.